കോവിഡ് കാലത്തെ അടച്ചിരിപ്പിന്റെ വിരസതയകറ്റാനായി തുടങ്ങിയതാണ് ഗാനരചന. എന്നാൽ ഇന്ന് 50-ലധികം ഹിറ്റ് ഗാനങ്ങളുമായി യൂട്യൂബിൽ സജീവമാണ് അനിൽ രാമൻ. പ്രശസ്തരായ ഗായകരും ഗാനരംഗത്തെ നവാഗതരുമെല്ലാം അനിൽ രാമന്റെ വരികൾക്ക് ശബ്ദം നൽകിയവരാണ്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ അയ്യപ്പ ഭക്തഗാനവും ശ്രദ്ധ നേടുന്നു. മുംബൈ മലയാളിയായ അനിൽ രാമന്റെ രചനയിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ മ്യൂസിക് ആൽബമാണ് വനദേവതം. ഈ അയ്യപ്പ ഭക്തിഗാനത്തിന് ഇണം നൽകിയിരിക്കുന്നത് കിഷൻ പേരാവൂരാണ്. ആലാപനം അനു കടമ്പനിട്ട. ഇതിനകം 50-ലധികം ഗാനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പറശ്ശിനി ദേവാ ശ്രീമുത്തപ്പ പറച്ചിങ്ങക്കടവിന്റെ പൊന്മുത്തപ്പ പറശ്ശിനി ദേവാ ശ്രീമുത്തപ്പ. കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഗാനരചന. ഇന്ന് കേരളീയ വിഭവങ്ങളുടെ ഹോട്ടൽ നടത്തുമ്പോഴും വീണ് കിട്ടുന്ന സമയങ്ങളിൽ പാട്ടുകൾ എഴുതും. യാദൃച്ഛികമായിട്ടെന്ന് വെച്ചാൽ കൊറോണ സമയത്താണ് നമ്മുടെ പാട്ടുകൾ ആദ്യം എഴുതുമായിരുന്നു. പക്ഷേ കൊറോണയ്ക്ക് ശേഷമാണ് അത്യാവശ്യം പാട്ടുകളൊക്കെ വന്നു തുടങ്ങിയത്. നമ്മളെ ഫ്രണ്ട്സ് തന്നെ ചോദിച്ചു, നല്ല പാട്ട് വരികൾ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞാൻ ട്യൂൺ ചെയ്തിട്ട് ചോദിച്ചിട്ടു. അങ്ങനെ 1-2 ആളുകൾ ചോദിച്ചപ്പോൾ അവർക്ക് കൊടുത്തു, അവർ ചെയ്തു. എന്നാൽ അവർ പാടിയതൊക്കെ നല്ല നല്ല സിംഗേഴ്സിനെ വെച്ച് പഠിച്ചവർ. മധുബാലകൃഷ്ണൻ, ഉണ്ണിമേനോൻ, ബിജു നാരായണൻ, നിഖിൽ, അങ്ങനെ കുറേയുള്ള പ്രശസ്തരായിട്ടുള്ള സിംഗേഴ്സ് പാടിയിട്ടുണ്ട്. ബിജു നാരായണൻ, മധുബാലകൃഷ്ണൻ, ഉണ്ണിമേനോൻ തുടങ്ങി നിരവധി പ്രശസ്ത ഗായകർ ആലാപനം നിർവഹിച്ച ഗാനങ്ങൾക്ക് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നെരൂൾ അയ്യപ്പ ക്ഷേത്രത്തിൽ ചിത്രീകരിച്ച പുതിയ ഗാനത്തിൽ JP തകഴിയോടൊപ്പം KT നായർ, ഉണ്ണികൃഷ്ണൻ മേനോൻ, രാജ്കുമാർ നാരായണൻ കൂടാതെ അനിൽ രാമനും അണിനിരക്കുന്നു. പൂവിരിഞ്ഞില്ലെങ്കിലും പൂമരം പൂത്തില്ലേലും അയ്യനിരിക്കും വനം പൂങ്കാവനമല്ല. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ. അംശി, മുംബൈ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Amritveni Hair Elixir for Women. Azure Builders, building beyond blue.